ശ്രീ ജലീൽ പുനലൂർ, ഇവിടെ സർക്കാരിനും പോലീസിനുമെതിരെ വിമർശനം ഉയരുന്നത് ഇങ്ങനെ ഒരു അറസ്റ്റിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോടതി തന്നെ ആ കാര്യം ആരാഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 3 മാസം മാത്രമായിട്ടുള്ള ഒരു സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ വിവിധ വിഷയങ്ങളിൽ ഉയരുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്ന നിലപാട് ഇടത് പാർട്ടികൾക്കും നാഷണൽ ലീഗിനും ഉണ്ടോ ശ്രീ ജലീൽ പുനലൂർ? തീർച്ചയായിട്ടും ഇത് ഒരു നാടകം തന്നെയാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ആ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആമുഖമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വവും എത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും പരിഹാസ്യമായ ഒരവസ്ഥ. കാരണം ഉത്തരവാദിത്ത ബോധമുള്ളൊരു സംഘടനയാണ് RSS. ഈ പ്രസ്താവന വന്നത് ഉടനെ തന്നെ RSS അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ നിഷ്കരണം തള്ളിക്കളഞ്ഞു, BJP നേതൃത്വം തള്ളിക്കളഞ്ഞു. പക്ഷേ യുവമോർച്ചയുടെ നേതാവടക്കം ഇവിടെ വന്നിരുന്നു കൊണ്ട് അദ്ദേഹത്തെ എന്തോ ഒരു വീര ഇതിഹാസ നായകനായി ചിത്രീകരിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് താങ്കൾ പോകും. RSSന്റെ ഏത് നേതാവ് എന്താണ് ഈ TG മോഹൻദാസിനെ പറ്റി പറഞ്ഞതെന്ന് പറയൂ. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു TG മോഹൻദാസ് RSSന്റെ സൈദ്ധാന്തികനും RSSന്റെ സ്പോക്സ് പേഴ്സണും ആണെന്ന് പറഞ്ഞു. അതിനെതിരായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് RSSന്റെ ഔദ്യോഗികമായ ചുമതലകൾ ഇല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. താങ്കൾ ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കും. എന്റെ പൊന്നു സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് മുമ്പ് ഈ ചർച്ച തുടങ്ങി വെച്ച ശ്രീ യുവരാജ് ഗോകുൽ, അദ്ദേഹം BJPയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്കൾ ഈ ചർച്ചയ്ക്ക് ശേഷം ഒന്ന് റിവൈൻഡ് ചെയ്താൽ താങ്കൾക്ക് കൃത്യമായി കേൾക്കാൻ സാധിക്കും. അദ്ദേഹം പോലും പറഞ്ഞു, ഇദ്ദേഹം ഈ പറഞ്ഞ അഭിപ്രായത്തോട് ഞങ്ങൾക്കാർക്കും യോജിപ്പില്ല എന്ന്. യോജിപ്പിന്റെ വിഷയം പൊളിറ്റിക്കലി കറക്റ്റ് ആണോ അല്ലയോ പിന്നെ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ. താങ്കളുടെ ഈ കുഴിയിൽ വീണ് കഴിയുമ്പോൾ പിന്നെ കിടന്ന് അതും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സെൽഫ് ഗോൾ അടിച്ചിട്ട് രണ്ടാളും കിടന്ന് വെപ്രാളപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കുടുങ്ങിയിരിക്കുക. നിങ്ങൾ ഒരിടത്ത് പറയുന്നു മോഹൻദാസിന്റെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ലാന്ന്. അത് ചൂണ്ടിക്കാട്ടുമ്പോൾ നിങ്ങൾ പറയാതെ അങ്ങനല്ലാന്ന്. എത്ര അപഹാസ്യമാണിത്. നിങ്ങൾ നിലപാട് കുറച്ച് നിൽക്കൂ. നിങ്ങൾ പറഞ്ഞു പറയൂ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ, പിന്നെ നിങ്ങൾ രണ്ടും കൂടെ പറഞ്ഞോളൂ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ. അല്ല, ഒന്ന് പറയാൻ അനുവദിക്കൂ. നിങ്ങൾ രണ്ടുപേരും പറയാൻ അനുവദിക്കൂ. ചെറിയ ചോദ്യം. താങ്കൾ TG മോഹൻദാസിന്റെ ഈ സംഭാഷണം ഏത് ചാനലിലാണ് പൂർണ്ണമായും കേട്ടിട്ടുള്ളതെന്ന് പറയാമോ? ഏത് ചാനലിലാണ് ഇനി കേൾക്കാൻ ബാക്കിയുള്ളത്? ഒരുപക്ഷെ ജനത്തിൽ കേട്ട് കാണില്ല. ഏത് ചാനലിലാണ് ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. എന്റെ പൊന്നൽ സാറേ, കണ്ണടച്ചാൽ ചാരമൂട്ടിലിരുന്ന് കണ്ണടച്ചാൽ സാറിന് ഇരുട്ടാവും, ലോകത്തിന് ഇരുട്ടാവത്തില്ല. ഞാൻ താങ്കളോട് ഒരു കാര്യം പറയട്ടെ. TG മോഹൻദാസിന് ഇപ്പൊ 70 വയസ്സായി. എനിക്ക് തോന്നുന്നത് താങ്കളെ പോലെ ഒരു 15ാമത്തെ വയസ്സിൽ അദ്ദേഹം തുടങ്ങിയതായത്. ഇപ്പൊ കൊല്ലം എത്രയായി? അരനൂറ്റാണ്ടിൽ അദ്ദേഹം ഇത് പറഞ്ഞു. ഒരു ഗതിയും ഉണ്ടായില്ല. 14% നിന്നും BJPയുടെ വോട്ട് 11 ഉള്ളൂ. ഇത് നിങ്ങൾ പറഞ്ഞ അൽക്കേരളം അല്ല, ഇത് കേരളമാണ്. ഇവിടെ ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏതവൻ്റെ പേരിലും അപരമത വിദ്വേഷവും അതുപോലെ തന്നെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചാൽ പോലീസും നടപടികളും ഒക്കെ വേറെ. ഈ BJPയിൽ പോലും ABVPയിൽ പോലുമുള്ള പെൺകുട്ടികൾ ഈ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുമോ? ഞാൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ നാഷണൽ ലീഗിൻ്റെ ഏതവനെങ്കിലും ഇതുപോലെ പറഞ്ഞാൽ ചെരുപ്പൂരി ഞങ്ങൾ അടി കൊടുക്കും. അതാണ് ആർജവത്വം എന്ന് പറയുന്നത്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയുന്നവരായിരിക്കണം പൊതുപ്രവർത്തകർ. സമരം ചെയ്യുന്നവരെ എവിടെയായിരുന്നു? ഈ തട്ടവിട്ട് നടക്കാത്ത സ്ത്രീകൾ വഴിപഴിച്ചവരാണ് എന്ന് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ തട്ടമിടാത്ത സ്ത്രീകൾ പിഴച്ച ആളുകളാണ് എന്ന് പറയുമ്പോൾ അത്രയും മോശം ഒരു പ്രതികരണം അടുത്ത കാലത്ത് ആരും നടത്തിയിട്ടുണ്ടോ? അടുത്ത കാലത്ത് ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഒരക്ഷരം ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും? സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നാളെ യുവമോർച്ചയുടെ സഹോദരിമാർ സമരം നടത്തുക. എന്നെപ്പോലൊരു വിവരദോഷി വന്നിരുന്നുകൊണ്ട് ഇതേ വാചകം പറഞ്ഞാൽ അനിൽ സാർ ഏത് നിലപാട് സ്വീകരിക്കും? യുവരാജ് ഗോകുൽ ഏത് നിലപാട് സ്വീകരിക്കും? ചെകിട്ടത്തടി കൊടുക്കും. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ പേരിലായിരിക്കും കേരളം വെറുതെ വിട്ടത്. പിന്നെ നിങ്ങൾ ഇത്ര വലിയ മനുഷ്യാവകാശത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ടൊന്നും പറയണ്ട. എഗൈൻസ്റ്റ് യോഗി സ്പീച്ച് എന്നും പറഞ്ഞ് യൂട്യൂബിലൊന്ന് കയറി അടിച്ചു നോക്ക്. 80 വയസ്സുള്ള വയോവൃദ്ധൻ യോഗിക്കെതിരായിട്ട് ജനാധിപത്യപരമായൊരു വിമർശനം നടത്തിയതിന് 7 ദിവസം കൊണ്ടുപോയി റിമാൻഡിലിട്ടത്. 7ാമത്തെ ദിവസം അയാളുടെ ഫോട്ടോ വരുന്നത്
2 കാലും തല്ലി ഒടിച്ച് കയ്യും തല്ലി ഒടിച്ചിട്ടുള്ള വീഡിയോയാ. എന്നിട്ടാണ് വന്നിരുന്നോണ്ട് 70 വയസ്സുള്ള വീരേതിഹാസ നായകനെ 200 കിലോമീറ്റർ അങ്ങനെ തന്നെ തോന്നിയാസം പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യണം. പക്ഷേ ഒന്നുണ്ട്, ഇനി നിങ്ങൾക്ക് സുഖിക്കുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് നിങ്ങളൊന്ന് അനുവദിക്കും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്കും കൂടെ സുഖിക്കാനുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇതിൽ കൃത്യമായൊരു നാടകമുണ്ട്. കാരണം നാടൊട്ടുക്കും പ്രളയമാണ്. സമുദ്ര തീരം മുഴുവനും പ്രക്ഷുബ്ധമായിരിക്കുന്നു. 3 or 4 നമ്മുടെ സഹോദരങ്ങൾ കടലിൽ പോയിട്ട് ജീവിച്ചോ മരിച്ചോ എവിടെ പോയി എന്നറിയുന്നില്ല. ഇതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു നാടകമാണ്. ആ നാടകത്തിന് പിന്നിൽ കൃത്യമായൊരു അജണ്ടയുണ്ട്. പിന്നെ നിങ്ങൾ ഈ യുവരാജ് ഗോകുലും മറ്റേ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും തമ്മിലടിക്കേണ്ട. നിങ്ങൾ രണ്ടുപേരും കബളിക്കപ്പെടുക. അജണ്ട അവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് VD സതീശൻ മംഗലാപുരത്ത് പോയി കൃത്യമായ അജണ്ട തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കുറേ നാടകങ്ങൾ കാണിക്കുകയാണ്. BJPക്ക് 3 സീറ്റേ ഉള്ളെങ്കിലും BJP ആണ് കൃത്യമായിട്ട് ഇവിടെ ഭരിക്കുന്നത്. കാരണം PM ശ്രീ നടപ്പിലാക്കാൻ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന അതേ KM ഷാജി തന്നെ അത് ഒപ്പിട്ട് കൊടുക്കാൻ പോകുന്നത്, നടപ്പിലാക്കാൻ പോകുന്നത്. സവർക്കറെ വലിയ ജേതാവായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ആളെന്നുള്ള റെക്കോർഡ് ഒപ്പിട്ട് കൊടുക്കുന്നത് VD സതീശൻ്റെ ഗവൺമെൻറ്റാണ്. അങ്ങനെ സമാനമായിട്ട് BJPയും RSSും എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണിത്. വെറുതെ നിങ്ങൾ രണ്ടാളും കൂടി, വിശേഷിച്ച് യുവാക്കൾ, ഈ 2 പാർട്ടികൾക്കും വേണ്ടി തമ്മിലടിക്കേണ്ട ഒരു കാര്യവും ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാം. അനിൽ സാറിന് ഒരു മറുപടി പറയാനുണ്ട്. സാർ ഇങ്ങനെ ഒരു ഗീബൽസ്യൻ സിദ്ധാന്തമുണ്ട്. ഒരു കളവ് 1000 പ്രാവശ്യം പറഞ്ഞാൽ അതങ്ങ് സത്യമാകുന്നു. അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. താങ്കൾ പറഞ്ഞല്ലോ ലോകഭീകരനായ മഅ്ദനി. ഈ ലോകഭീകരനായ മഅ്ദനി 9.5 വർഷക്കാലം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഒരൊറ്റ മിനിറ്റ് പോലും ജാമ്യം കൊടുക്കാതെ, ചികിത്സ കൊടുക്കാതെ 120 കിലോ ഭാരവുമായിട്ട് പോയ ആ മനുഷ്യൻ 35 കിലോ ആയിട്ടാണ് തിരിച്ചു വന്നേ. 9.5 വർഷത്തിന് ശേഷം എത്രയോ ഫയലുകൾ പരിശോധിച്ച്, എത്ര കോടതികൾ പരിശോധിച്ച്, 100 രൂപയുടെ ഒരു പെറ്റി കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ? 1 മണിക്കൂർ തടവിൽ വെച്ചിട്ടുണ്ടോ? ജഡ്ജി പറഞ്ഞത് എനിക്ക് ലജ്ജ തോന്നുന്നതാണ്. നിങ്ങൾ വിട്ടില്ല അദ്ദേഹത്തെ. നിങ്ങൾ വിട്ടില്ല അദ്ദേഹത്തെ. സുപ്രീം കോടതി പറഞ്ഞത് ഈ തീവ്രവാദി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാടിനാപത്താണ് പറഞ്ഞത്. ചുമ്മാ അതെ, സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ഈ കൊടും തീവ്രവാദി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ നാടിനാപത്താണെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അല്ലെ കർണാടക കോൺഗ്രസ് ഭരിച്ചു, കോൺഗ്രസും UPAയും സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് ഭരിച്ചിട്ട് പോലും ഈ മദനി പുറത്തിറങ്ങിയിട്ടില്ല. ആ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ 9.5 വർഷം അല്ലട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, 9.5 വർഷം ഞങ്ങൾ അകത്തിട്ടു എന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2005 ഈ നമ്മുടെ പിണറായി വിജയൻ ഇദ്ദേഹത്തെ കസേരയൊക്കെയിട്ട് അടുത്തിരുത്തി ബാധ കൂടുന്നത് പോലെ കൂടിയപ്പോൾ ഇവിടുന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അറുവാശ്ശേരിയിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി. അദ്ദേഹത്തെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അന്ന് കേന്ദ്രം ഭരിക്കുന്നതും BJP അല്ല, കേരളം ഭരിക്കുന്നതും BJP അല്ല. പിന്നെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ചോദിക്കാനുണ്ട്. അല്ല, അങ്ങയുടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ INLന്റെയോ മറ്റോ നേതാക്കള്, അല്ലെങ്കിൽ എവിടെ നിങ്ങളുടെ ഭാഗത്തുള്ള ഏതെങ്കിലും നേതാക്കള് എന്തെങ്കിലും ഇതുപോലത്തെ വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ അടിച്ച് ചെവിക്കരണം പൊട്ടിക്കും. നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ മുന്നണിയുടെ നേതാവായിരുന്നു, നിങ്ങളുടെ മുന്നണിയുടെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാവായിരുന്നിട്ടുള്ള ശ്രീ MM മണിയാണ് സമരം ചെയ്യുന്ന സ്ത്രീകളെ നോക്കിയിട്ട് ഇവർക്ക് മറ്റേ പണിയാണെന്ന് പറഞ്ഞത്. മണിയുടെ കരണം അടിച്ചു തിരിച്ച ഒരു INL നേതാവിനെ ചർച്ച മുമ്പോട്ട് നിങ്ങളുടെ മുന്നണി തലേ വെച്ചോണ്ടാണ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞാൽ
എന്ത് മര്യാദ നല്ലത്. അല്ല, നിങ്ങൾ പറയണം. അല്ല, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ കർണടിച്ചു പറഞ്ഞു. സമരം ചെയ്യുന്ന സ്ത്രീകളെ നോക്കിയിട്ട് ഇവർക്ക് ഇവിടെ മറ്റേ പണിയാണ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളപ്പോ നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ഒരു നിമിഷം, അതാണ് യുവരാജ് ഗോകുൽ ചോദിച്ച വിഷയം. അതായത് ഒരു സ്കൂൾ പ്രിൻസിപ്പളെ പറ്റിയാണ് എം എം മണി പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരും സ്കൂൾ പ്രിൻസിപ്പളെ പറ്റി പറഞ്ഞത് ഞാൻ അങ്ങ് വിടുവാണ്. കാര്യം വെച്ചാൽ അത് അയാളുടെ വേറ്റ്. സമരം ഇവിടെ സമരമാണല്ലോ സാഹചര്യം. ഡൽഹിയിൽ സമരം ചെയ്തവരെ കുറിച്ച് പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. ഇവിടെയും സമരം ചെയ്ത പാവപ്പെട്ട സ്ത്രീകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇടതുപക്ഷക്കാര് പറഞ്ഞ എന്താണ്? നാട്ടുഭാഷ. ഇങ്ങനെ പലതും സിറ്റി ഭാഷ തീർന്നില്ലേ? ടി ജി പറഞ്ഞത് നഗരഭാഷ. അതുപോലെ 70 80 വയസ്സായിക്കോട്ടെ തോന്നിയാസം പറയുന്നവരെ യുവമോർച്ച ന്യായീകരിക്കില്ലെന്ന് തുറന്നു പറയും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എം എം മണിയെ ഞങ്ങൾ ന്യായീകരിച്ചില്ലല്ലോ, തള്ളിക്കളഞ്ഞു. അതാണ് നിങ്ങൾ ചെയ്തത്. നാട്ടുഭാഷ എന്ന് പറഞ്ഞ് നിങ്ങൾ ന്യായീകരിച്ചു. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞത് കർണടിച്ചു വെച്ചാൽ പറഞ്ഞത്. നിങ്ങൾ എവിടെ കർണടിച്ചു? പിന്നെ ഒരു കാര്യം, എന്റെ പൊന്നനിൽ സാറെ വന്നിരുന്നോണ്ട് കളവ് പറയരുത്. താങ്കൾ ധരിക്കുന്നത് ഈ കേൾക്കുന്നവരൊക്കെ വിഡ്ഢികളാണെന്ന്. പറയുമ്പോൾ നിങ്ങൾ കുടുംബം SKSSF എന്ന് പറയുന്ന കേരളത്തിലെ ആധികാരിക സുന്നി സംഘടനയുടെ ഏറ്റവും വലിയ സമാധാന സംഘടനയുടെ ഏത് നേതാവാണ് കൈവെട്ടുമെന്ന് പറഞ്ഞേ? താങ്കളൊന്ന് പറയാം. ആ നേതാവ് ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. താങ്കൾ യൂട്യൂബ് എടുത്തൊന്ന് നോക്കണം. അദ്ദേഹത്തിന്റെ ഞങ്ങൾക്ക് സമസ്തയുടെ ആരോടും നിങ്ങൾ കളിക്കേണ്ട, ആരെങ്കിലും കളിച്ചാൽ അവരുടെ കൈവെട്ടാൻ ഞങ്ങളുടെ SKSF-കാരുണ്ട് എന്ന് സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞ യൂട്യൂബിലുണ്ട്. താങ്കൾ അതിനൊന്ന് മറുപടി പറഞ്ഞുതരാം. അതിനൊന്ന് മറുപടി ഒരു മറുപടിയും വേണ്ട. ഞാൻ കൃത്യമായിട്ട് നോക്കൂ. സത്താർ പന്തല്ലൂർ കൃത്യമായിട്ടാണ് ഞാൻ താങ്കൾക്ക് വേണമെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നതും വഞ്ചിക്കപ്പെടുന്നതും താങ്കളാൽ വഞ്ചിക്കപ്പെടുന്നത് ഇവിടുത്തെ പരിശുദ്ധരായ ഹൈന്ദവ സമൂഹമാണ്. കാരണം താങ്കൾ എവിടെന്നെങ്കിലും കുറെ പച്ചക്കളവ് കൊണ്ടുവരും, ഇതുപോലെ വിതരണം ചെയ്യും. സാധുക്കൾ അത് കേൾക്കുമെന്നാ താങ്കൾ ധരിക്കുന്നത്. എന്റെ പൊന്നനിൽ സാറേ, താങ്കളുടെ വിരൽ തുമ്പിൽ ലോകം ചലിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിലാണ് നിങ്ങൾ ഞാനും ഇരിക്കുന്നത്. യൂട്യൂബും ഫേസ്ബുക്കും അവരുടെ കൈക്കുമ്പിളില്ല. ഈ അന്ധമായ മതവിദ്വേഷവും ഈ അന്ധമായ അപരമതവിദ്വേഷവും അധികം കാലം പോകാൻ പറ്റും.